സൗദി അറേബ്യയിൽ ഇങ്ങനെയുള്ള കാഴ്ചകളും ഉണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടും പുറത്തെ റോഡുകൾ പോലെ ടാറെല്ലാം പൊളിഞ്ഞ് കിടന്നിട്ട് മണ്ണ് റോഡുകളും അതിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന തോടുകളൊക്കെ കാണണമെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ പോകണമെന്നൊക്കെയായിരുന്നു നമ്മളെയൊക്കെ ഉള്ളിലുള്ള ആഗ്രഹം അല്ലേ. നമ്മുടെ നാട്ടിൻ്റെ ഗൃഹാതുരത്വം എന്നൊക്കെ പറയാം. അതുപോലെയുള്ള കാഴ്ചകൾ ഇവിടെയും കാണാനൊക്കെ പറ്റും കേട്ടോ. എല്ലാ സ്ഥലത്തില്ലെങ്കിലും ഇങ്ങനെയുള്ള കാഴ്ചകളും സൗദിയിലുണ്ട്. നമ്മുടെ നാട്ടും പുറത്തെ പോലെയുള്ള പോസ്റ്റും തോടിൻ്റെ സൈഡിലുള്ള പോസ്റ്റും അതൊക്കെ കാണണമെങ്കിൽ നമുക്ക് നാട്ടിൽ തന്നെ പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ആവശ്യമില്ല, നമുക്ക് ഇവിടെ വന്നാലും കാണാനൊക്കെ പറ്റും. എല്ലായിടത്തൊന്നും കാണാൻ പറ്റില്ല. ഇങ്ങനെയുള്ള നാട്ടുവരമ്പും ഇതിപ്പോൾ തെങ്ങിന് പകരം കാണുന്നത് പനയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അടിപൊളിയാണ് ഇവിടെയൊക്കെ കാണാനായിട്ട്. നമ്മുടെ നാടിൻ്റെ ഒരു ഓർമ്മയൊക്കെ വരും, നാടിൻ്റെ ഒരു ഗൃഹാതുരത്വമൊക്കെ വരും. നൈസല്ലേ. ഈ ഒരു സാധനം വെച്ചിരിക്കുന്നുണ്ട്, സർക്കാർ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇല വെട്ടിക്കളഞ്ഞ് ഇലയൊക്കെ വെട്ടി ദൂരെ എവിടെയും കൊണ്ട് കളഞ്ഞ് ഇവിടെയൊക്കെ വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് തന്നെ വെച്ച് കൊടുക്കുന്നതിനെ ഇന്ന് നിറയുമ്പോഴത്തേക്ക് അവരെടുത്തുകൊണ്ടങ്ങ് പൊക്കോളും. ഓക്കെ, നൈസല്ലേ. നമ്മുടെ വർക്കാണ് കേട്ടോ ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ വർക്ക്, നമ്മുടെ ജോലിക്കാരാണ് ഈ പനയുടെയൊക്കെ മൂട്ടിയിരിക്കുന്നത്. നമ്മുടെ ജോലി എന്ന് പറയുന്നത്, എൻ്റെ ജോലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഇലക്ട്രിക്കലാണ്. ഇവിടെയൊക്കെ ഈ വാളിലൊക്കെ ലൈറ്റ് വയ്ക്കാനുണ്ട്. അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു നമ്മളെ മേശന്മാരിതാ ഇവിടെ കിടന്ന് മുട്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുട്ടയെന്ന് പറയുമ്പോഴത്തേക്കാണ് ഈ ഒരു സാധനം റൗണ്ട് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. റൗണ്ടാണ് പറഞ്ഞതെങ്കിലും ശരിക്കും ഇപ്പോൾ അതൊരു മുട്ടയുടെയൊക്കെ അവസ്ഥയാണ് കേട്ടോ. നമുക്ക് ട്രോളാനായിട്ട് നമുക്ക് നമ്മുടെ കമ്പനിയുടെ തന്നെ ജോലി ചെയ്യുന്ന ധാരാളം കേട്ടോ. റൗണ്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞതെങ്കിലും സംഭവം ഇപ്പോൾ ഒരു ഓവൽ ഷേപ്പിലേക്ക് ആയിപ്പോയി. പ്രശ്നമില്ല, ഇതൊക്കെ മണ്ണിട്ട് ഫില്ലാക്കും. ഒരു 10 സെൻറ്റ് മാത്രമേ മുകളിൽ കാണുള്ളൂ കേട്ടോ. ഇത് മുഴുവൻ മണ്ണിട്ട് ഫില്ലാക്കി ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് ഉണ്ടാക്കി എടുക്കാനുള്ള പരിപാടിയിലാണ്. ഇത് മുഴുവൻ 2-3 ദിവസത്തെ ജോലിയാണ് കേട്ടോ. 3 ദിവസം കൊണ്ട് അവർ ഇത്രയും കളർ പ്ലാസ്റ്റർ ചെയ്തു, താബൂക്ക് കെട്ടി, താബൂക്കിൽ കളർ പ്ലാസ്റ്ററിങ്ങും ചെയ്ത്. ഞാൻ ഇവൻ്റെ അടുത്തൊരു ഫയൽ എടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വരണം. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കടുക്കൂ നീ. ലോഡിങ് ഏത് ദൂരം, ഒരു 10 മീറ്റർ അപ്പുറത്തിരുന്നതിനാണ് അവൻ 1.5 മണിക്കൂറായി പോയി. ഇങ്ങോട്ട് നാട്ടിലെ പ്രധാനപ്പെട്ട പ്ലംബറാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് അവൻ്റെ പണി വരുമ്പോഴത്തേക്ക് അവൻ രാജാവും, എൻ്റെ പണി വരുമ്പോഴത്തേക്ക് അവൻ ഭടനും. പ്ലംബിങ് വരുന്ന സമയത്ത് അവൻ രാജാവും, ഞാൻ ഭടനും. വയറിങ് വരുമ്പോഴത്തേക്ക് ഞാൻ രാജാവും, അവൻ ഭടനും. ഭടാ ഇവിടെ വാടാ, ഓടി വാടാ. കണ്ട ഇനി ഇത് കണക്ക് പ്ലംബിങ് അവൻ ബാത്റൂമിലുള്ള പകരം വീട്ടിൽ കേട്ട. ഇതൊന്നും അല്ല അവൻ പറയാൻ വേണ്ടി പോകണം. ഓ നല്ല കടുപ്പിച്ച് പറയും പ്ലംബിങ് വരുമ്പോൾ. നീ 60 എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചേ. യെസ് എടാ, എന്നെ ബോസ് നോക്കിയാൽ ആശാനെന്ന് വിളിച്ചാൽ മതി. 100 പൈപ്പുണ്ട് സുഹൃത്തുക്കൾ, 100 പൈപ്പ്. പക്ഷേ നമ്മളത്ര 50 പൈപ്പില്ലടാ, 50 GI പൈപ്പാണ്. 50 GI പൈപ്പിൻ്റെ വർക്കാണ് നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിയും. നമ്മുടെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇവരെ സഹായിക്കാനായിട്ട് അവിടേക്ക് പോയിരിക്കും കേട്ടോ. മുകളിൽ കയറുന്ന രാവുന്നാണോ വിചാരിക്കും ഇവ പനയെ കയറി എന്തിനാ വെട്ടാൻ കയറിയാണെന്ന്. സത്യം പറഞ്ഞാൽ അതൊന്നും അല്ല സുഹൃത്തുക്കളെ. എന്തിനാണ് ഹാലജൻ. എത്ര മീറ്റർ നമ്മൾ കവർ ചെയ്തറാം? 40 മീറ്റർ കവർ ചെയ്ത് പൈപ്പ് അടിച്ചിട്ട് വന്നു. ഇനി നമുക്ക് ബാക്കി ഒരു 150 - 40 110 മീറ്ററും കൂടെ പൈപ്പ് അടിച്ച് അതിനകത്ത് ലൈറ്റ് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ക്യാമറാമാനോടൊപ്പം പ്രതീഷും ഫ്രം സൗദി. ഓക്കെ, മതി ആശാനെ.